എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി അത്യാവശ്യം മുറ്റത്ത് നല്ലപോലെ കച്ചറ ആയിട്ടുണ്ട്. വെറുതെ ചെടിമ നോക്കിയപ്പോൾ ഇതാട്ടോ ഒരു ഒച്ചുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ മോനെ വേഗം എണീപ്പിച്ചു, കുളിപ്പിച്ചൊക്കെ റെഡിയാക്കിയിട്ട് ഇന്ന് നബിദിനാണ് കേട്ടോ. അപ്പോൾ നബിദിനത്തിന് പോകണം. അവൻ്റെ മദ്രസിൽ ഇന്നല്ല കേട്ടോ, അവൻ്റെ മദ്രസിൽ മൗലൂദും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവനെ പറഞ്ഞേക്കണം കേട്ടോ. അങ്ങനെ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. ഇന്ന് ഞാൻ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. മദ്രസയിൽ മൗലൂദ് കഴിഞ്ഞ് വരുമ്പോൾ ഇഷൂക്ക് പൊറാട്ടയും ബീഫ് കറിയും കിട്ടും കേട്ടോ. പക്ഷേ ഇത് അതിന് മുമ്പ് ചെറിയ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പൊലച്ചക്ക്. അപ്പോൾ കിട്ടിയതാണ് കേട്ടോ പൊറാട്ടയും ഇറച്ചിക്കറിയും. അപ്പോൾ അത് തന്നെ മതിയാവും കേട്ടോ ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന്. അങ്ങനെ ഇതാ രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ പൊറാട്ടയും ബീഫും ആയതുകൊണ്ട് തന്നെ മോൻക്ക് ഞാൻ രാവിലെ അതാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവന് മദ്രസ പോയിട്ടുണ്ട് കേട്ടോ. ഇനി അവന് മൗലൂദൊക്കെ കഴിഞ്ഞ് ഒരു 10 മണിയൊക്കെ ആയിട്ട് വരുള്ളൂ കേട്ടോ. ഇന്ന് അവൻ്റെ മദ്രസിൽ നബിദിനം ഇന്നല്ല കേട്ടോ, അടുത്ത ആഴ്ചയാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ ചായയും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോൾ വേഗം ഞാനും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൾക്കും കൂടി ഫുഡൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ചാരാൻ ഇറങ്ങിയിട്ടുള്ളത്. 2 ദിവസം നമ്മൾ മുറ്റടിക്കാത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പോലെ കാണാനുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അങ്ങനെ മുറ്റടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം വേഗം ദാ നബിദിന റാലിയും ജാതിയും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഞങ്ങൾ മെയിൻ റോട്ടുമലേക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്. അവിടെ നിന്നാൽ നമുക്ക് ജാഥ പോണതൊക്കെ കാണാം കേട്ടോ. അപ്പോൾ സിയാറത്തിന് പള്ളിയിലേക്ക് വരുമല്ലോ, അപ്പോൾ അങ്ങനെ കാണാമല്ലോ. അങ്ങനെ ഇതാ അതൊക്കെ കണ്ടിട്ട് 2-3 മദ്രസ ഉണ്ടായിരുന്നേ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. ഞൈനുക്ക് ഇതുവരെ അവൾ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അന്ന് കുഞ്ഞായിരിക്കുമ്പോഴാണല്ലോ, അവൾക്ക് അത്ര ഒരു ഇത് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ ഇതാ ദഫും കാര്യങ്ങളൊക്കെ കണ്ട് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്. വീട്ടിലെത്തി കഴിഞ്ഞു ഇതാ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. നിങ്ങളെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാതെയാണ് ഇപ്പോൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. ലൈക്ക് ചെയ്യുമ്പോഴേ നമ്മൾ വീഡിയോസിന് മുന്നോട്ടേക്ക് പോവുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് മുട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതാണ് കേട്ടോ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. നബിദിനാകുമ്പോൾ നമുക്ക് കുറേ മുട്ടായി കിട്ടുമല്ലോ. അങ്ങനെ മുട്ടായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് എടുത്തു വെച്ചു കേട്ടോ. പിന്നെ ഇതാ മൊത്തത്തിലൊന്ന് അടിച്ചാരി എടുക്കുകയാണ്. അത്യാവശ്യം നല്ല പോലെ കച്ചറായിട്ടുണ്ട്. 2-3 ദിവസം നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് എന്താ പറയുക, ആദ്യം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ ആക്കിയെടുക്കണം കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് ഉറക്കത്തും പൊടിയും മാറാലയും ചതലും എല്ലാം ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല പോലെ തന്നെ ഒന്ന് അടിച്ചാരി എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ആദ്യം തന്നെ അടിച്ചാരിയിട്ട് തുടച്ചിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നീനു ഉറങ്ങിയ സമയം നോക്കിയിട്ട് വേഗം അലക്കാനുള്ളത് അലക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇതൊക്കെ തട്ടിക്കൂട്ട് അടിച്ചാറലാണ് കേട്ടോ. കാരണം അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ വേഗം പോയിട്ട് അടിച്ചാരിട്ടിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് എന്താ പറയുക അലക്കാനുണ്ട് കേട്ടോ. അത് അലക്കി വന്നതിന് ശേഷം പിന്നെ തുടച്ചിടുക. എന്തായാലും നമ്മൾ നനയല്ലോ, അപ്പോൾ പിന്നെ ആ സമയത്ത് തന്നെ ഒന്ന് തുടച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനത്തെ അടിച്ചാരലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം തോനെയൊന്നും തിരുമ്പാനില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ സോപ്പ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ മൊത്തത്തിലൊന്ന് ഇതാ നല്ല പോലെ ഒന്ന് തിരുമ്പിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ തോട്ട് പോയാൽ പെട്ടെന്ന് പണി കഴിയും കേട്ടോ. അങ്ങനെ എന്താ പറയുക, അടിച്ചാരലും തിരുമ്പലൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ തിരുമ്പാനുള്ളതൊക്കെ തിരുമ്പി കഴിഞ്ഞപ്പോൾ ഇതാ ഒലുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിലാണ് ഇഷു മദ്രസ് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ ഡ്രസ്സും കൂടി ഒന്ന് വേഗം അലക്കിയിട്ടു. പിന്നെ അവനും കുളിയും കാര്യങ്ങളൊക്കെ തോട്ടുന്നായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോവുകയാണേ. ഇതാണ് കേട്ടോ ഞങ്ങളെ തോട്. അത്യാവശ്യം നല്ല വീതിയും നീളമൊക്കെ ഉള്ള ഒരു ഇതാണ് കേട്ടോ. കാണാനും നല്ലതാണ്. നല്ല ഒഴുക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ വെള്ളമുണ്ട്. ഇവിടെയൊക്കെ ഒരു മഴ പെയ്താൽ വേഗം വെള്ളം നിറയും കേട്ടോ. അങ്ങനെ ഇതാ ചെറിയ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മൾ വേഗം വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അലക്കിയതൊക്കെ നമ്മളൊന്ന് വെയിലെത്തിയിട്ടാണ്. അത്യാവശ്യം നല്ല പോലെ വെയിലുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ വേഗം അലക്കിയെടുത്തുകൊണ്ട് വേഗം അയലത്തിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ
തുടക്കാനുള്ളതൊക്കെ ഒന്ന് ആറിയിട്ടതിന് ശേഷം വേഗം വന്നിട്ട് മോപ്പ് എടുത്തിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ. മൊത്തത്തിൽ തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2-3 പ്രാവശ്യം തുടച്ചിട്ടില്ലെങ്കിൽ മനസ്സിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. കാരണം 2 ദിവസം നമ്മൾ വീട്ടിലില്ലാത്തതുകൊണ്ട് അത്രക്കും ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ തുടക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ കുളി കഴിഞ്ഞ് കയറിയാൽ പിന്നെ ഒരു മനസ്സിക്കൊരു സമാധാനമാണല്ലോ. പിന്നെ നമ്മൾ ഇന്ന് ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. നബിദിനത്തിൻ്റെ ഫുഡ് കിട്ടും, മദ്രസയിൽ നമ്മൾ പോവണം കേട്ടോ. അങ്ങനെ പോയിട്ട് നമ്മൾ മൗലൂദും ദുആ ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഫുഡ് വാങ്ങിയിട്ട് വരിക. അങ്ങനെ ഞാൻ മൊത്തത്തിൽ എല്ലായിടത്തും ഒന്ന് ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. നമുക്ക് മദ്രസയിൽ പോകാനായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ രാവിലെ കഴിച്ചിട്ടുള്ള ഇതാണ് കേട്ടോ. പിന്നെ ഇഷു മദ്രസയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പൊറാട്ട ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് എടുത്ത് വെച്ച് ഒന്ന് സെറ്റാക്കി വെച്ചാൽ നമ്മളത് റെഡി ആവും കേട്ടോ. അപ്പോൾ ഞാൻ അവന് കൊണ്ടുവന്ന പൊറാട്ട എന്തായാലും ഇപ്പോൾ കഴിക്കാൻ കഴിയുമല്ലോ കേട്ടോ. അപ്പോൾ വേഗം നമ്മൾ ഫ്രിഡ്ജിലിട്ട് വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി രാവിലത്തെ പൊറാട്ടയും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പാത്രത്തിൽ തന്നെ മാറ്റിയിട്ട് ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് തുടച്ചിടുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ രാവിലെ കഴിച്ചതാണല്ലോ, അപ്പോൾ പിന്നെ ഈ ഒരു ടൈമിൽ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാനൊക്കെ എടുത്തു കൊടുത്തപ്പോൾ അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പും പിന്നെ ഈ ഒരു ട്രെയിനിൻ്റെ അടിയിലൊക്കെ അത്യാവശ്യം നല്ല പോലെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തുടച്ച് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടാൽ തന്നെ നമ്മളെ പണി ഏകദേശം കഴിയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ കുളിക്കാനും കാര്യങ്ങളൊക്കെ നോക്കാൻ. പിന്നെ മുറ്റത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ടായതുകൊണ്ട് നമ്മൾ അലക്കിയിട്ടതൊക്കെ ഏകദേശം ഇന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ, അതൊന്നും ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചൂടാക്കി എടുത്ത് വെച്ചാൽ അത് ആ ഒരു പണി കഴിയും കേട്ടോ. പിന്നെ ഇതാ കുറച്ച് നമ്മളെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെക്കാം. എൻ്റെ വീഡിയോ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അങ്ങനെ ഇതാ പാത്രം കഴുകലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേഗം മദ്രസയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മൾ ദ്വാരക്കലും മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ ഇഷുവിനെയും കൊണ്ടായിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇതാ വീട്ടിലേക്ക് പോരുകയാണ്. പിന്നെ ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അങ്ങനെ ആ ഉച്ചയത്തെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് ഇതൊരു ഈവനിങ് ടൈമാണ്. രാവിലെ ഞാൻ ഇളക്കി കഴിഞ്ഞപ്പോൾ വേഗം കുറച്ച് വിറക് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിലത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ഉണങ്ങി കിട്ടിയപ്പോൾ അതാ വേഗം അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയാണ് നമ്മൾ അടുപ്പിൽ കൊള്ളുന്ന പാകത്തിനാക്കിയിട്ട് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. അതേപോലെ നമ്മൾ പാലം മുറിച്ചിട്ടിട്ടുണ്ടായിരുന്ന കവുങ്ങിൻ്റെ പീസ് ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി മുറിച്ചിട്ടു. പിന്നെ നമ്മളെ മട്ടലും കാര്യങ്ങളൊക്കെ ഒന്ന് ചീന്തിയെടുത്തു കേട്ടോ. ഇതൊക്കെ ഒന്നും കൂടി ഒന്ന് വെയിലത്തിട്ട് ഉണങ്ങാനുണ്ട്. അപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ, പുറത്ത് തന്നെയാണ് വെച്ചത്. അതൊന്നും കൂടി നാളെയും കൂടി ഒന്ന് വെയിലുണ്ടാൽ റെഡി ആവും കേട്ടോ. അപ്പോൾ ഇതാണ് നാത്തൂൻ്റെ വീട് കേട്ടോ. ഇതാണ് ശരിക്കും ഞങ്ങൾ നിൽക്കുന്ന വീട്. ഇത് തറവാടാണ് കേട്ടോ, ഞങ്ങൾ നിൽക്കുന്ന വീട് തറവാടാണ്. അപ്പോൾ ഞങ്ങളെ ചുറ്റോടുള്ള ഏരിയ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.